ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ജൂനിയർ ജംഗ്ഷൻ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ യൂണിറ്റ് 3 ഇൻ ഹാർമണി എന്ന് പറയുന്ന യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് തുടങ്ങിയാലോ. യൂണിറ്റ് 3 ഇൻ ഹാർമണി. ഓക്കെ, ഇൻ ഹാർമണി എന്ന് പറയുന്ന ഹാർമണി എന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? ഹാർമണി എന്ന് പറഞ്ഞാൽ എ സ്റ്റേറ്റ് ഓഫ് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ആണ്. ഓക്കെ, എ സ്റ്റേറ്റ് ഓഫ് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സമാധാനപരമായി ഒരുമിച്ച് വളർന്നു വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹാർമണി എന്ന് പറയുന്നത്. ഈ പിക്ചറിൽ തന്നെ കൂട്ടുകാർക്ക് രണ്ട് കുടുംബങ്ങളുടെ ഒരു പിക്ചർ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ കാക്കയും കാക്ക കുഞ്ഞുങ്ങളും ഇവിടെ കാണാം. കാക്ക എന്താണ് ചെയ്യുന്നത്? കാക്ക കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അതേപോലെ തന്നെ താഴെ എന്താണ് നമുക്ക് കാണാൻ പറ്റുന്ന? ഒരു പട്ടി അതിൻ്റെ കുട്ടികളെ എല്ലാവരെയും ഒരുമിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പിക്ചറാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇത് രണ്ട് ഹാർമണീൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ ഫാദർ ഓഫ് നേഷൻ ആരാണ് കൂട്ടുകാരെ? ആലോചിച്ച് പറഞ്ഞു നോക്കിയൊക്കെ. ഫാദർ ഓഫ് നേഷൻ എന്ന് പറയുന്നത് മഹാത്മാ ഗാന്ധിജിയാണ്. ഓക്കെ, അപ്പൊ മഹാത്മാ ഗാന്ധിജിയുടെ ഒരു കോട്ട് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കിയാലോ. ഹാപ്പിനെസ് ഈസ് വെൻ വാട്ട് യു തിങ്ക്, വാട്ട് യു സേ ആൻഡ് വാട്ട് യു ഡു ആർ ഇൻ ഹാർമണി. അപ്പൊ എന്താണ് പറയുന്നത് മഹാത്മാഗാന്ധിജി? ഹാപ്പിനെസ് എപ്പോഴാണ് ഉണ്ടാവുന്നത്? നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പറയുന്നതും അതുപോലെ നമ്മൾ പ്രവർത്തിക്കുന്നതും എന്തായിരിക്കണം? ഇൻ ഹാർമണി ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള കോ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സമാധാനമായി എല്ലാവരുടെയും വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിന്തിക്കുകയും നമ്മൾ പറയുകയും നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യണം. ഓക്കെ, അതാണ് മഹാത്മാഗാന്ധിജി പറഞ്ഞ കോട്ട്. ഒന്നും കൂടെ വായിക്കാം. ഹാപ്പിനെസ് ഈസ് വെൻ വാട്ട് യു തിങ്ക്, വാട്ട് യു സേ ആൻഡ് വാട്ട് യു ഡു ആർ ഇൻ ഹാർമണി. ഓക്കെ, അടുത്ത നമുക്ക് നോക്കിയാലോ. ഇവിടെ കർട്ടൻ റേസർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ ഫസ്റ്റ് കുറച്ച് സമയം എടുത്തിട്ട് ഇവിടെ എന്തൊക്കെ ആനിമൽസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാനാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ഹു ആർ ഹിഡൻ ഇൻ ദിസ് പിക്ചർ. ഓക്കെ, അപ്പോൾ ഇവിടെ ആറാണ്. ആറെന്ന് പറയുമ്പോൾ എന്താണ്? കുറേ പേരുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഫൈൻഡ് ഔട്ട് ആൻഡ് കളർ ദം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഈ പിക്ചർ നോക്കിയിട്ട് എത്ര ആനിമൽസ്, ബേർഡ്സ് ഒക്കെ ഉണ്ടെന്ന് നോക്കണം. എന്നിട്ട് അതിന് എന്ത് ചെയ്യണം? കളർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കിയാലോ കൂട്ടുകാരെ, ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയാലോ നമുക്ക്. ഇവിടെ നോക്ക്, ഒരു ബീ ഉണ്ട്, ഒരു ഹണി ബീ ഉണ്ട്. ഓക്കെ, ഈ ഹണി ബീക്ക് കൂട്ടുകാർക്ക് കളർ കൊടുക്കാം. പിന്നെന്താണ്? ഇവിടെ ഒരു ബേർഡ് ഒളിച്ചിരിക്കുന്നുണ്ട് അല്ലേ? ആ ബേർഡിന് കളർ കൊടുക്കാം. ഓക്കെ, ഇവിടെ ഒരു ബേർഡ് ഒളിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഇതെന്താണ്? ഒരു ഫോക്സ്. ഓക്കെ, ഒരു ഫോക്സ് അല്ലെങ്കിൽ ഒരു കുറുക്കൻ ഇവിടെ ഒളിച്ചിരിപ്പുണ്ട്. ഓക്കെ, പിന്നെ ഇതെന്താണ്? ഡോഗ് ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പൊ ഇത്രയും ഡിഫറെന്റ് ആനിമൽസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് എല്ലാവരെയും കളർ ചെയ്യാനാണ് ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആരൊക്കെയാണ്? ഫസ്റ്റ് ഹണി ബി, ബേർഡ്, ഫോക്സ്, ഡോഗ്. ഓക്കെ, അപ്പൊ കൂട്ടുകാർ എന്ത് ചെയ്യണം? ഇതിന്റെ ആൻസർ ഇവിടെ എഴുതിയിട്ട് ഈ ഓരോ ആനിമൽസിനെയും അല്ലെങ്കിൽ ക്രീച്ചേഴ്സിനെ എന്ത് ചെയ്യണം? കളർ ചെയ്യണം. ഓക്കെ, അപ്പൊ കൂട്ടുകാർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത് നമുക്ക് നോക്കിയാലോ. റോക്കി ഇത് പപ്പി. ഓക്കെ, റോക്കി ഇത് പപ്പി. റോക്കി ഇത് പപ്പി വാസ് റെസ്റ്റിംഗ് അണ്ടർ എ ട്രീ. ഓക്കെ, അപ്പൊ റോക്കി എന്ന് പറയുന്ന ഒരു പട്ടിക്കുട്ടി എന്ത് ചെയ്യായിരുന്നു? മരത്തിന്റെ ചുവട്ടിൽ റെസ്റ്റ് ചെയ്യുമായിരുന്നു. ഹി ഹാഡ് ജസ്റ്റ് എൻജോയ്ഡ് എ യമ്മി മീൽ. അപ്പൊ എന്താണ്? അവൻ നല്ലൊരു ഭക്ഷണം. മീൽ എന്ന് പറഞ്ഞാൽ എന്താ? ടൈം ഫോർ ഈറ്റിംഗ് ഫുഡ്. ഓക്കെ, അതിനെയാണ് മീൽ എന്ന് പറയുന്നത്. നമ്മുടെ ഭക്ഷണമാണ്. അപ്പൊ ആ ഭക്ഷണം കഴിഞ്ഞിട്ട് റോക്കി എന്തായിരുന്നു ചെയ്യുന്നത്? മരത്തിന്റെ ചോട്ടിൽ റെസ്റ്റ് ചെയ്യുകയായിരുന്നു. ഓക്കെ, ബീ ബസ്റ്റ് അറൌണ്ട് ഹിസ് ഹെഡ്. അപ്പൊ എന്താണ്? ബീസ്. അപ്പൊ ഈ ഹണി ബീസ് എന്താക്കി? ബസ്റ്റ് അറൌണ്ട് ഹിസ് സൗണ്ട് എന്ന് പറഞ്ഞാൽ ബസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാണ് ആര് സൗണ്ട് ഉണ്ടാക്കുന്നത്? ഹണി ബീസ് സൗണ്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് ഈ ഉറങ്ങിക്കിടന്ന പട്ടിക്കുട്ടീൻ്റെ തലേന്റെ ചുറ്റും എന്ത് ചെയ്യാൻ തുടങ്ങി? ഹണി ബീസ് പറക്കാൻ തുടങ്ങി. ഓക്കെ, പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ. അപ്പം റോക്കി പറഞ്ഞു, ദയവ് ചെയ്ത് എന്നെ
ദേഷ്യം പിടിപ്പിക്കല്ലേ, അല്ലെങ്കിൽ ഞാൻ ഉറങ്ങുന്നതിൽ നിന്ന് എന്നെ ശല്യപ്പെടുത്തല്ലേ. അപ്പൊ ഇറിറ്റേറ്റ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താണ്? മേക്ക് സമ്മൺ ആംഗ്രി. ഓക്കെ, മേക്ക് സമ്മൺ ആംഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേഷ്യം പിടിപ്പിക്കുക. ഓക്കെ, അപ്പൊ പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ, ദയവേത് എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. റോക്കി ക്ലോസ്ഡ് ഹിസ് ഐസ്. റോക്കി എന്ത് ചെയ്തു? കണ്ണടച്ചു. സ്ലോലി ഹി ഫെൽ അസ്ലീപ്. അവൻ ഉറക്കത്തിലേക്ക് വീണു. ഓക്കെ, എ ക്രോ വാസ് വാച്ചിങ് എവറിത്തിങ്. അപ്പൊ എന്താണ്? ആ മരത്തിന്റെ മേലെ ഇരുന്നിട്ട് ഈ കാക്ക എന്തായിരുന്നു? ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു. ഓക്കെ, ഷീ ഫ്ലൂ അറൌണ്ട് ദ ബീസ്. അപ്പൊ എന്ത് ചെയ്തു കാക്ക? ഈ ഫ്ലൈസിന്റെ ഇടയിൽ കൂടെ കാക്ക പറക്കാൻ തുടങ്ങി. റോക്കി വേക്കപ്പ്. അപ്പൊ എന്ത് ചെയ്തു? റോക്കി എന്ന പപ്പിക്കുട്ടി എണീറ്റു. ഡോണ്ട് അനോയ് മീ ഹി സെഡ്. പിന്നെ അവൻ എന്ത് പറയുന്നുണ്ട്? ഫസ്റ്റ് പറഞ്ഞു ഡോണ്ട് ഇറിറ്റേറ്റ് മീ, അതേപോലെ തന്നെയുള്ള സെയിം മീനിങ് വരുന്ന വേർഡാണ് ഡോണ്ട് അനോയ് മീ. ഓക്കെ, എന്നെ വീണ്ടും വീണ്ടും ദേഷ്യം പിടിപ്പിക്കരുത് എന്ന് ആര് പറഞ്ഞു? റോക്കി പറഞ്ഞു. ഓക്കെ, വാട്ട് വിൽ റോക്കി ഡു? അപ്പൊ കൂട്ടുകാരോട് ചോദിക്കുകയാണ്, ഇപ്പൊ റോക്കിക്ക് ദേഷ്യം പിടിച്ചല്ലോ, ഇനി അടുത്ത് റോക്കി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കൂട്ടുകാരോട് ഇങ്ങനെ ചോദിക്കുകയാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സെക്ഷൻ നോക്കിയാലോ. The chase. Rocky saw a cat chasing a squirrel. അപ്പൊ എന്താണ്? റോക്കി എന്ത് കണ്ടു? അവൻ ഈ ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ എണീറ്റ് അവൻ നോക്കുന്ന സമയത്ത് എന്താണ്? ഒരു പൂച്ചക്കുട്ടി ഒരു അണ്ണാനെ ചേസ് ചെയ്യുന്നുണ്ട്. ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ട് ഓഫ് ഫോളോയിങ് ഓർ റണ്ണിങ് ആഫ്റ്റർ സംവൺ ഓർ സംതിങ് ടു ക്യാച്ച് ഇറ്റ്. അപ്പം ഒരു സാധനത്തിനെ ഫോക്കസ് ചെയ്തിട്ട് അതിന്റെ പിന്നാലെ പോയി അതിനെ ഓടിച്ചിട്ട് പിടിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ചേസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റോക്കി സോ എ കാറ്റ് ചേസിങ് എ സ്ക്വിറൽ. അപ്പൊ റോക്കി സോ എന്താണ്? പട്ടിക്കുട്ടി എന്താണ് കണ്ടത്? പൂച്ച ഒരു സ്ക്വിറലിനെ ഓടിച്ചിട്ട് പിടിക്കുന്നത് കണ്ടു. ഹി തോട്ട് ഓഫ് ഹാവിങ് സം ഫൺ. അപ്പൊ എന്താണ്? അവൻ ഒരു തമാശക്കാണ് അത് ചെയ്തത്. ഹി ചേസ്ഡ് ദി കാറ്റ്. അപ്പൊ എന്ത് ചെയ്തു റോക്കി പൂച്ചേനെ ഓടിക്കാൻ തുടങ്ങി. ലീവ് മീ, ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്വിറൽ, ദ കാറ്റ് ഹിസ്ഡ്. അപ്പൊ റോക്കി എന്താക്കി? പൂച്ചേനെ ഓടിക്കാൻ തുടങ്ങി. അപ്പൊ പൂച്ച എന്ത് പറഞ്ഞു? എന്നെ വിട്ടേക്ക്, ഞാൻ ഈ അണ്ണാങ്കുഞ്ഞിനെ പിടിക്കാൻ പോവാണ്, എന്നെ വിട്ടേക്കെന്ന് പൂച്ചക്കുട്ടി ആരോട് പറഞ്ഞു? റോക്കിയായ പട്ടിക്കുട്ടീനോട് പറഞ്ഞു. ഓക്കെ, ബൈ ദെൻ ദ സ്ക്വിറൽ ഹാഡ് ക്ലൈംഡ് അപ്പ് ദ ട്രീ. ഈ സമയം കൊണ്ട് എന്താക്കി? സ്ക്വിറൽ എന്താക്കി? മരത്തിന്റെ മേലേക്ക് കയറിപ്പോയി. ക്ലൈംബ് എന്ന് പറഞ്ഞാൽ എന്താണ്? മേലേക്ക് കയറുക. ഓക്കെ, ചിൽ 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 ഇറ്റ് മോക്ഡ് അറ്റ് ദ കാറ്റ്. അപ്പം അവൻ ഒച്ച ഉണ്ടാക്കിയിട്ട് ആരെ കളിയാക്കി? പൂച്ചയെ കളിയാക്കി. ദ കാറ്റ് ഓൾസോ ക്ലൈംഡ് അപ്പ്. അപ്പൊ പൂച്ച എന്താക്കി? പൂച്ചയും മരത്തിന്റെ മേലേക്ക് വലിഞ്ഞ് കയറാൻ തുടങ്ങി. റോക്കി സ്റ്റുഡ് ബിലോ ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ കാറ്റ്. അപ്പൊ റോക്കിക്ക് എന്താണ്? മരത്തിന്റെ മേലെ വലിഞ്ഞു കയറാൻ പറ്റാത്ത കാരണം അവൻ ഗ്രൗണ്ടിൽ തന്നെ നിന്നിട്ട് പൂച്ചേനെ നോക്കി നിന്നു. ഓക്കെ, വാട്ട് വിൽ ദ കാറ്റ് സേ ടു റോക്കി? അപ്പം എന്താണ്? കാറ്റ് എന്താണ് റോക്കിയോട് പറയാ എന്നാണ് കൂട്ടുകാരോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത സെക്ഷൻ വായിച്ചു നോക്കാം. കാറ്റ് എന്താണ് റോക്കിയോട് പറയുന്നതെന്ന്. ഇത് കെയറിംഗ് ക്രോ. ഓക്കെ, കെയറിംഗ് ക്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ കെയർ ചെയ്യുന്ന ക്രോ. The caring crow. The squirrel disappeared among the leaves. അപ്പൊ എന്താണ്? പൂച്ച ഓടിച്ച അണ്ണാങ്കുഞ്ഞ് മരത്തിന്റെ മേലെയുള്ള ഇലകളുടെ ഇടയിൽ പോയിട്ട് ഒളിഞ്ഞിരുന്നു. അതിനെയാണ് the squirrel disappeared among the leaves എന്ന് ഉദ്ദേശിക്കുന്നത്. The cat looked down. അപ്പൊ എന്താണ്? പൂച്ചക്കുട്ടി താഴേക്ക് നോക്കി, മരത്തിൽ നിന്ന് താഴേക്ക് നോക്കി. He saw Rocky trying to climb up the tree. അപ്പൊ പൂച്ച നോക്കുമ്പോ എന്താണ്? പട്ടി മരത്തിന്റെ മേലേക്ക് കയറാൻ ട്രൈ ചെയ്യാണ്. The cat jumped down and escaped. അപ്പൊ എന്താണ്? പൂച്ച വേഗം ആ മരത്തിന്റെ മേലേന്ന് ഒറ്റ ചാട്ടം ചാടി താഴേക്ക്. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. ഓക്കെ, എസ്കേപ്ഡിന്റെ അർത്ഥം എന്താണ്? അവോയ്ഡിങ് ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഡേഞ്ചറായ സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ ഓടി രക്ഷപ്പെടുന്നതിനെയാണ് എസ്കേപ്ഡ് എന്ന് പറയുക. ഓക്കെ, ഇത് ക്രോ സോ ഇറ്റ്. അപ്പൊ ഇതെന്താണ്? ഇതൊക്കെ കണ്ട് ആരിയ്ക്കുന്നുണ്ട്? കാക്ക ഇരിക്കുന്നുണ്ട്. ഹെർ നെസ്റ്റ് വാസ് ഓൺ ദാറ്റ് ട്രീ. അപ്പം ആ മരത്തിന്റെ മേലെയായിരുന്നു കാക്കേന്റെ കൂടുണ്ടായിരുന്നത്. ഹെർ ചിക്സ് വെയർ ഇൻ ഇറ്റ്. അപ്പൊ എന്താണ്? കാക്കേന്റെ കൂട്ടില് കാക്കേന്റെ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. ചിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മുട്ടയിന്ന് വിരിഞ്ഞിട്ടുള്ള
കാക്ക കുഞ്ഞുങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക, കാക്ക കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ കോഴി കുഞ്ഞുങ്ങളെയൊക്കെ, ബേർഡ്സിന്റെ കുഞ്ഞുങ്ങളെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുക, ചിക്സ് എന്ന് പറയുക. ഓക്കെ. ഷീ വാസ് എഫ്രൈഡ്. അപ്പൊ ഈ പട്ടി മരത്തിൽ കയറുന്നത് കണ്ടിട്ടും പൂച്ച ഓടി കയറുന്നതൊക്കെ കണ്ടിട്ട് കാക്കയ്ക്ക് എന്തായി, കാക്കേന്റെ കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടല്ലോ, ഇനി ഇവര് കാക്ക കുഞ്ഞുങ്ങളെ പിടിക്കുമെന്ന് പേടിച്ചിട്ട് കാക്കയ്ക്കാകെ ടെൻഷനായി. ഷീ സ്റ്റാർട്ടഡ് സർക്ലിംഗ് അറൌണ്ട് റോക്കി. അപ്പൊ എന്ത് ചെയ്തു, കാക്ക ഈ പട്ടീന്റെ ചുറ്റും പറക്കാൻ തുടങ്ങി. റോക്കി സ്റ്റുഡ് അപ്പ് ഓൺ ഹിസ് ഹൈൻഡ് ലെഗ്സ്. അപ്പൊ ഈ കാക്ക ഇങ്ങനെ ചുറ്റും ഇങ്ങനെ വട്ടയിട്ട് ഈ റോക്കിന്റെ ചുറ്റും പറക്കുന്ന കണ്ടിട്ട് പട്ടി എന്ത് ചെയ്തു, പട്ടീന്റെ പിൻകാലുകളിൽ നിന്നു. ഓക്കെ. അടുത്ത എന്താ സംഭവിക്കാൻ നോക്കിയാലോ. വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്. ഇത് ഹംഗ്രി ക്രോ. ഹംഗ്രീന്റെ അർത്ഥം എന്താ, വിശപ്പ്. ഓക്കെ. വിശക്കുന്ന കാക്ക. റോക്കി വാക്ക്ഡ് ബാക്ക്. റോക്കി എന്ത് ചെയ്തു, ഈ കാക്ക ഇവനെ ചുറ്റി പറന്ന് കണ്ട് കാക്ക കൊത്തുമെന്ന് പേടിച്ചിട്ട് റോക്കി എന്ത് ചെയ്തു, തിരിച്ചു നടന്നു. ഓൺ ദ വേ ഹി ഗോട്ട് എ ബോൺ. അപ്പൊ എന്താണ്, റോക്കിക്ക് പോകുന്ന വഴിക്ക് ഒരു എല്ലിന്റെ കഷ്ണം കിട്ടി, ബോൺ. ഹി സാറ്റ് ഓൺ ദ ഗ്രാസ് ആൻഡ് സ്റ്റാർട്ടഡ് ച്യൂയിങ് ഇറ്റ്. അപ്പൊ എന്ത് ചെയ്തു, റോക്കി തിരിച്ചു പോകുന്ന വഴിക്ക് അവനൊരു എല്ലിന്റെ പീസ് കിട്ടി. അപ്പൊ ഈ റോക്കി അത് എടുത്തുകൊണ്ട് വന്നിട്ട് പുല്ലിന്റെ മേലെ ഇരുന്നിട്ട് അത് ചവയ്ക്കാൻ തുടങ്ങി. നമ്മുടെ പല്ലുകൾ ഉപയോഗിച്ച് ഭക്ഷണ സാധനം ചവയ്ക്കുന്നതിനെയാണ് ഇംഗ്ലീഷിൽ എന്ത് പറയുക, chewing. Okay, chewing. CHEWING. Okay. Wow, Manji whoosh. He closed his eyes in joy. അപ്പൊ ഈ എല്ല് കിട്ടിയ സന്തോഷത്തില്, എല്ല് കടിച്ചിരിക്കുന്ന സന്തോഷത്തിൽ എന്താണ്, റോക്കി കണ്ണടച്ച് ആ എല്ല് കടിച്ച് ഇങ്ങനെ സന്തോഷത്തോടെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ. He closed his eyes in joy. The crow was observing the scene. അപ്പം ഈ കാക്ക എന്താണ്, ഈ റോക്കിന്റെ പിന്നാലെ പോയിട്ട് റോക്കി എന്താ ചെയ്യുന്നതെന്ന് കീനായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നു. ഷീ വാസ് വെരി ഹംഗ്രി. എന്താണ്, കാക്കയ്ക്ക് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. ഓക്കെ. ഷീ വാസ് വെരി ഹംഗ്രി. ഷീ സ്നാച്ച്ഡ് ദ ബോൺ ആൻഡ് ഫ്ലൂ അവേ. എന്താണ് അവിടെ സംഭവിച്ചത്, കാക്കയ്ക്ക് അപ്പൊ കാക്കക്കൂട്ടില് കുഞ്ഞുങ്ങളും ഉണ്ട്, പിന്നെ അതേപോലെ കാക്കയ്ക്ക് വിശക്കൊന്നും ഉണ്ടായിരുന്നു. അപ്പൊ നോക്കുമ്പോ എന്താണ്, പട്ടീന്റെ കയ്യിൽ ഒരു എല്ല്. അപ്പൊ ഈ പട്ടീന്റെ കയ്യിലെ എല്ലൊക്കെ കണ്ട് പട്ടി എന്താ ചെയ്യുന്നതെന്നൊക്കെ നോക്കി കാക്ക അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ കാക്ക എന്ത് ചെയ്തു, പട്ടീന്റെ കയ്യിലുള്ള എല്ല് തട്ടിപ്പറിച്ചു. അതിനെയാണ് സ്നാച്ച്ഡ് ദ ബോൺ ആൻഡ് ഫ്ലൂ അവേ. റോക്കി എന്ന പപ്പിക്കുട്ടന്റെ കയ്യിലുള്ള എല്ല് കഷ്ണം തട്ടിപ്പറിച്ചെടുത്തിട്ട് കാക്ക എന്താക്കി, പറന്നുപോയി. ഓക്കെ. ഹോ യു നോട്ടി ക്രോ, റോക്കി ബാർക്ക്ഡ്. അപ്പൊ റോക്കി പപ്പി എന്ത് ചെയ്തു, കുരച്ചുകൊണ്ട് പറഞ്ഞു, യു നോട്ടി ക്രോ, നീ കുരുത്തം കെട്ട കാക്കേ എന്ന് പറഞ്ഞു. ഓക്കെ. ഹി ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു. പക്ഷെ റോക്കിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. He jumped up and down several times. അപ്പൊ ഈ കാക്ക ഇതെടുത്ത് പറന്നു പോകുന്ന കണ്ടിട്ട് കുറച്ചുകൊണ്ട് 2-3 പ്രാവശ്യം മേലേക്കും താഴേക്കും ജമ്പ് ചെയ്യാൻ തുടങ്ങി. He scratched his head and rolled in the mud. അവന് സങ്കടവും വിഷമൊക്കെ വന്നിട്ട് അവൻ എന്ത് ചെയ്തു, അവന്റെ തല ചൊറിഞ്ഞുകൊണ്ട് ആ മണ്ണിൽ കിടന്ന് ഉരുളാൻ തുടങ്ങി. Slowly he calmed down. കുറച്ച് കഴിഞ്ഞപ്പോ അവൻ എന്ത് ചെയ്തു, എന്റെ എല്ല് കൊണ്ടുപോയി, ഇനി കരഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞവൻ calm down ആയി. ഓക്കെ ആയി. Rocky barked aloud and jumped up and down several times. Why? അപ്പം എന്തിനാണ് പപ്പിക്കുട്ടനായ റോക്കി മേലേക്കും താഴേക്കും ജമ്പ് ചെയ്തിട്ട് കുറെ പ്രാവശ്യം കുരച്ചത് എന്നാണ് ക്വസ്റ്റ്യൻ. എന്തിനാണ്? when the crow snatched the bone and flew away. കാക്ക എന്ത് ചെയ്തു, അവന്റെ കയ്യിലുള്ള എല്ല് കഷ്ണം എടുത്തിട്ട് പറന്നുപോയി. അതുകൊണ്ടാണ് റോക്കി എന്ന പപ്പിക്കുട്ടൻ എന്ത് ചെയ്തത്, barked aloud and jumped up and down several times. ഓക്കെ. അടുത്ത സെക്ഷൻ നോക്കിയാലോ കൂട്ടുകാരെ. ഇത് ഹെവി റെയിൻ. ഓക്കെ. അടുത്തത് എന്താണ്, വലിയ മഴ വന്നു. ഹെവി റെയിൻ, കനത്ത മഴ. സഡൻലി the blue sky grew dark. പെട്ടെന്ന് എന്തായി, നമ്മുടെ സ്കൈ ആകാശം എന്തായി, ഇരുണ്ടുകൂടി. ഇത് വിൻഡ് ഹോളോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, കാറ്റ് ഭയങ്കര ഒച്ചത്തിൽ വീശി അടിക്കാൻ തുടങ്ങി. ഓക്കെ.
The heavy thunder shook the ground. അപ്പൊ എന്താണ് തണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടിമിന്നലിനെയാണ് നമ്മൾ എന്ത് പറയാ? തണ്ടർ എന്ന് പറയാ. ഓക്കെ, അപ്പം ഇടിയോടെ മിന്നൽ വന്നു. ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ. അതെന്താ? ഇത് കുറച്ച് കഴിഞ്ഞപ്പം മഴയായിട്ട് പെയ്യാൻ തുടങ്ങി. ക്രാ ക്രാ ഇത് ക്രോ കാവ്ഡ് അലൗഡ്. ഓക്കെ, അപ്പൊ എന്താണ്? കാക്ക ഒച്ചത്തിൽ കരയാൻ തുടങ്ങി. ക്രാ ക്രാ ഇത് ക്രോ കാവ്ഡ് അലൗഡ്. She saw her nest swaying. അപ്പൊ എന്താണ്? ഈ ഇടിമിന്നലോടെ കാറ്റും മഴയും കൂടെ വന്നപ്പം ആ കാക്കയുടെ നെസ്റ്റ് എന്ത് ചെയ്തു? പറക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ആ മരത്തിൽ നിന്ന് കാറ്റിന്റെ ശക്തി കൊണ്ട് കാക്കക്കൂട് ഇളകി താഴേക്ക് വീഴാൻ പോയി. Soon the branches broke and the nest fell down. കുറച്ച് കഴിഞ്ഞപ്പം അതിശക്തമായ കാറ്റും മഴയും വന്നപ്പോ എന്ത് സംഭവിച്ചു? ആ മരച്ചില്ല പൊട്ടി കാക്കക്കൂട് മൊത്തത്തിൽ താഴെ വീണു. വാട്ട് വിൽ ഹാപ്പൻ ടു ദ ചിക്സ്? അപ്പൊ ആ കാക്കക്കൂട്ടിലുണ്ടായിരുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് എന്താണ് അടുത്ത് സംഭവിക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഹെൽപ്പിംഗ് ഇത് ഹെൽപ്ലെസ്. ഓക്കെ, കിയോ കിയോ റോക്കി ഹേർട്ട് എ സൗണ്ട്. അപ്പൊ റോക്കി അവിടെ ഉണ്ടായിരുന്നു. റോക്കി കിയോ കിയോ എന്നൊരു സൗണ്ട് കേട്ടു. He saw the chicks laying on the ground. അവൻ നോക്കുമ്പോ എന്താണ്? കാക്ക കുഞ്ഞുങ്ങള് ഗ്രൗണ്ടിൽ നിന്നിട്ട് കിയോ കിയോ എന്ന് വിളിക്കുകയാണ്. He felt pity for them and walked towards the nest. അപ്പൊ അവന് എന്ത് തോന്നി? അവന് പാവം തോന്നി, സഹതാപം തോന്നിയിട്ട് ആ കാക്ക കൂടിന്റെ അടുത്തേക്ക് നടന്നു. The chicks were drenched in the rain. അപ്പൊ എന്താണ് ഡ്രെഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മഴയത്ത് മൊത്തത്തിൽ നനഞ്ഞിരിക്കുവായിരുന്നു ആ കാക്ക കുഞ്ഞുങ്ങൾ. കിയോ കിയോ their cry became louder. അവരുടെ കരച്ചിൽ പിന്നെയും സൗണ്ട് കൂടി. They were shivering. അവര് തണുത്ത് വിറച്ചിട്ടുണ്ടായിരുന്നു. Don't worry dears, Rocky consoled them. അപ്പൊ റോക്കി പപ്പി എന്ത് ചെയ്തു? Don't worry, നിങ്ങൾ പേടിക്കണ്ടെന്ന് റോക്കി പപ്പി ഈ ചിക്സിനോട് പറയാൻ തുടങ്ങി. Help me, Rocky heard a cry. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ഹെൽപ്പ് മീ എന്ന് ഒരു ഒച്ച ആര് കേട്ടു? റോക്കി പപ്പി കേട്ടു. He turned towards the sound. അവൻ എന്താക്കി? ആ സൗണ്ട് കേൾക്കുന്ന അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി. He saw the mother crow caught under a fallen branch. അപ്പൊ എന്താണ്? റോക്കി പപ്പി നോക്കുമ്പോ ആ കാറ്റത്തും മഴയത്തും ശക്തമായ കാറ്റില് ഒടിഞ്ഞു വീണ മരച്ചില്ലേന്റെ അടിയില് എന്താണ്? അമ്മക്കാക്ക വീണ് കിടക്കുന്നുണ്ടായിരുന്നു. His heart melted. അവന്റെ മനസ്സ് അലിഞ്ഞുപോയി. റോക്കി tried to move the branch. റോക്കി എന്ത് ചെയ്തു? അവന് പറ്റുന്ന പോലെ ആ ബ്രാഞ്ച് മെല്ലെ എടുത്ത് നീക്കാൻ തുടങ്ങി. It was heavy. അത് ഭയങ്കര കനമുണ്ടായിരുന്നു. He pulled it with all his strength. അപ്പൊ എന്താണ്? അവന്റെ ഫുൾ സ്ട്രെങ്ത് എടുത്തിട്ട് എന്ത് ചെയ്തു? ആ മരച്ചില്ല മൂവ് ചെയ്യാൻ ട്രൈ ചെയ്തു. Finally he was able to move it and save the crow. അവസാനം എന്തായി? അവൻ ആ മരച്ചില്ല എങ്ങനെയൊക്കെയോ അവന്റെ ഫുൾ ശക്തി ഉപയോഗിച്ച് അത് മൂവ് ചെയ്തു. എന്നിട്ട് ആരെ രക്ഷപ്പെടുത്തി? ആ കാക്കയെ രക്ഷപ്പെടുത്തി. The crow's eye welled up. എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷപ്പെടുത്തിയപ്പം കാക്കേന്റെ കണ്ണീർ കൂടെ സന്തോഷത്തിന്റെ കണ്ണീര് വരാൻ തുടങ്ങി. She looked at Rocky with gratitude. Okay, നന്ദിയോടെ കാക്ക ആരെ നോക്കി? റോക്കിയെ നോക്കി. Take care, said Rocky and walked away. അപ്പൊ എന്താണ് റോക്കി പറഞ്ഞത് കാക്കയോട്? Take care, നിങ്ങളെ തന്നെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് റോക്കി എന്ത് ചെയ്തു? തിരിച്ച് നടന്നു പോയി. അപ്പൊ നമുക്ക് ഈ കഥയിലൂടെ എന്താണ് കൂട്ടുകാരെ മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറഞ്ഞാല് ആരെങ്കിലും ആപത്തുള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, ആർക്കാണ് എപ്പോഴാണ് എന്താണ് സിറ്റുവേഷൻ വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് നമുക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ എന്തെങ്കിലും ഒരു ബാഡ് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, ഇവിടെ കുറച്ച് വേർഡ് മീനിങ്സ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ബസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹണി ബീസ് എന്ന് പറയുന്ന സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് ബസ് എന്ന് പറയുന്നത്. ടു പ്രൊഡ്യൂസ് എ കണ്ടിന്യൂസ് വൈബ്രേറ്റിംഗ് സൗണ്ട്. ച്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ചവച്ചരയ്ക്കുക, പല്ലുകൾ ഉപയോഗിച്ച് ചവച്ചരയ്ക്കുക. ടു ഗ്രൈൻഡ് ഫുഡ് വിത്ത് ടീത്ത്. ഓക്കെ, ഡ്രെഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നനഞ്ഞു കുതിരുക. ഓക്കെ, ടു ബിക്കം വെറ്റ്.
ഫെഡ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ടയേർഡ്, ഫീലിംഗ് എക്സോസ്റ്റഡ്, മടുത്തു പോവുക എന്നൊക്കെ പറയില്ലേ. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ, പപ്പി, റോക്കി പപ്പീന്റെ ചുറ്റും ഹണി ബീസ് പറന്നുകൊണ്ടിരിക്കുമ്പോ ദേഷ്യം പിടിക്കുക, ടയേർഡ് ആവുക. ഓക്കെ. ഹാർമണി, ലിവിങ് ടുഗെദർ പീസ്ഫുള്ളി, ഹാർമണി. ഹാർട്ട് മെൽറ്റഡ്, ബിഗാൻ ടു ഫീൽ ലവ് ആൻഡ് അഫെക്ഷൻ, മറ്റുള്ളവരോട് സ്നേഹവും സഹതാപവും തോന്നുന്നതിനെയാണ് നമ്മൾ എന്താ പറയാ? ഹാർട്ട് മെൽറ്റഡ് എന്ന് പറയാ. ഹിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു മേക്ക് എ ഷാർപ്പ് സൗണ്ട് ലൈക്ക് എ സ്നേക്ക്. എന്താ? പൂച്ചകളെ നമ്മൾ പിടിക്കാനോ ഇതാക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ചീറ്റുന്ന കാണുന്നില്ലേ, അതൊക്കെ ഹിസ് എന്ന് പറയുന്ന ഒരു മീനിങ് ആണ് വരിക. ഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ക്രൈ ലൗഡ്ലി ലൈക്ക് എ വോൾഫ്. ഓക്കെ, രാത്രി വോൾഫൊക്കെ രാത്രി ഇങ്ങനെ കരയില്ലേ, അതിനെയാണ് ഹൗൾ ചെയ്യാന്ന് പറയാ. ഇറിറ്റേറ്റ്, ടു മേക്ക് സംവൺ ഗെറ്റ് അനോയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരാളെ വെറുതെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ദേഷ്യം പിടിക്കില്ല, അതാണ് ഇറിറ്റേറ്റ്. മോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരെ കളിയാക്കി നമ്മൾ ഫണ്ണാക്കി എടുക്കുക, അതാണ് മോക്ക് എന്ന് പറയാ. മഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ടു ഈറ്റ് വിത്ത് എ ക്രഞ്ചിങ് സൗണ്ട്. ഓക്കെ. നോട്ടി, ടു ബിഹേവ് ഇൻ എ ബാഡ് മാനർ. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. നോട്ടി ബോയ്, നോട്ടി ഗേൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ. സ്ക്രാച്ച് എന്ന് പറഞ്ഞാൽ ടു റബ് ദ ക്ലോസ് ഓർ നെയിൽസ്. ഓക്കെ. സ്മാഷ്, ടു ക്രഷ് സംതിങ് ഫോഴ്സ്ലി, എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഫോഴ്സ്ഫുള്ളി അടിച്ചു പൊട്ടിക്കുന്നതാണ് സ്മാഷ് എന്ന് പറയാം. സ്നാച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? തട്ടിപ്പറിച്ചോണ്ട് പോവുക. ടു ടേക്ക് സംതിങ് ക്വിക്ക്ലി, കാക്ക എന്താണ്? റോക്കി പപ്പീന്റെ കയ്യിൽ നിന്ന് ബോണ് സ്നാച്ച് ചെയ്തുകൊണ്ട് പോയി. ഓക്കെ. സ്നിഫ്, ടു ഇൻഹേൽ ഓഡിബ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടികളൊക്കെ ഇങ്ങനെ മണം പിടിക്കുക എന്ന് പറയില്ല, അതിനാണ് സ്നിഫ് എന്ന് പറയുക. സ്വേ എന്ന് പറഞ്ഞാൽ എന്താ? ടു മൂവ് ജെന്റ്ലി ബാക്ക് ആൻഡ് ഫ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം കാറ്റും മഴയും വരുന്ന സമയത്ത് കാക്കേന്റെ കൂട് ഈ എയറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റിന്റെ ശക്തിയാൽ മൂവ് ചെയ്തില്ല, അതിനെയാണ് സ്വേ എന്ന് പറയുക. വെൽ അപ്പ്, ടു ഫിൽ അപ്പ് വിത്ത് ടിയേഴ്സ്, സന്തോഷം കൊണ്ട് കണ്ണ് നിറയാന്നൊക്കെ പറയല്ലേ, അതാണ്. അപ്പം കൂട്ടുകാർക്ക് ഈ വേർഡിന്റെ മീനിങ്സും അതേപോലെ യൂണിറ്റ് 3-ലെ ഇൻ ഹാർമണി എന്ന് പറയുന്ന പോർഷന് മനസ്സിലായി എന്ന് കരുതുന്നു. കൂട്ടുകാർക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ താങ്ക് യു സോ മച്ച്.